വീടാണ് ഗൈസ്. വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിടിലം വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, 2ാം സമ്മാനം എന്ന് വരുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവരും തമിഴിൽ കണ്ടപോലെ തന്നെ രേണു സുധീരയും പിന്നെ അതേപോലെ കൂടെ അഭിനയിച്ച ആളുടെയും ഇടയ്ക്ക് ഒരു പരസ്യം കണ്ടായിരുന്നു, ലോട്ടറിയുടെ ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആഡിന് ഉള്ള റിയാക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ വന്നിട്ട് ഒരു 3-4 ദിവസമായി പല യൂട്യൂബ് റിയാക്ടേഴ്സും റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ടൈം എടുത്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. കാരണം കൂടുതൽ ഇൻഫോർമേഷൻ ഇല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് ഇൻഫോർമേഷൻ കിട്ടിയിട്ട് പറയാൻ ഓർത്തിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനലാണെന്നുണ്ടെങ്കിൽ ഞാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഏറ്റവും ആദ്യം തന്നെ നമ്മൾ രേണു സുധീര ആ ഒരു കോണ്ടന്റ് വെച്ചിട്ട് ആ ഒരു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നുള്ള ആ ഒരു ഇൻ്റർവ്യൂവിലെ സരികമായിട്ടുള്ള ഇൻ്റർവ്യൂയുടെ കണ്ടന്റാണ് ഞാൻ ചെയ്തത്. പിന്നെ അതിനുശേഷം പിന്നീട് 1-2 കാര്യങ്ങൾ ഞാൻ രേണു സുധീര വീഡിയോസ് അവർ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്തെന്നുള്ള രീതിയിൽ ഇതേപോലുള്ളൊരു തെറ്റുകൾ അവർ ചെയ്യുമ്പോഴത്തേക്കും അതും കൂടി ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതായത് ഈ ലോട്ടറിയുടെ നടത്തുന്ന ആൾക്കാർ, ഇപ്പോൾ രേണുസുധിയും അതേപോലെ ആ ഒരു ആക്ടറും അവർ രണ്ടുപേരും ജസ്റ്റ് ഈ ഒരു ആഡിൽ അഭിനയിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നടത്തുന്ന ആൾക്കാരെ ഈ സീക്രട്ട് ഏജൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോൾ റെക്കോർഡിങ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവർക്ക് അറിയത്തില്ല, ഇത് ഇല്ലീഗലാന്നുള്ള സംഭവം അവർക്ക് അറിയത്തില്ല. ഇല്ലീഗൽ ആണെങ്കിൽ തന്നെ അവരത് നോക്കിയിട്ട് ഈ ഒരു സംഭവമായിട്ട് മുന്നോട്ട് പോകില്ല എന്നുള്ള സംഭവമാണ് പറഞ്ഞത്. ഹലോ, ഞാനേ മലപ്പുറത്താണ് വിളിക്കുന്നത്. ലക്കി കൂപ്പന്റെ ഒരു വീട് കണ്ടിരുന്നു. ഇത് എവിടെയാ വീട്? ഇത് വണ്ടൂരാണ്, വണ്ടൂർ ഏരിയാട് അറിയാം. വണ്ടൂർ ഏരിയാട്. അവിടെയാണ് നമ്മളെ ഈ വീടുള്ളത്, അവിടെയാണ്. അല്ല, ഇത് നിങ്ങള് കൊടുക്കാൻ കാരണം? നമ്മള് ഇതിപ്പോ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലോൺ ഉണ്ട്. അപ്പൊ നമ്മളൊരു കസിന്റെ വീടാണത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് അവരൊന്ന് സഹായിക്കുക നല്ല ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സാധനം ലീഗലാണോ കേരളത്തില്? ഇത് ലീഗലാണ്. ഇതിപ്പോ പലരും ചെയ്യുന്നല്ലേ. പക്ഷെ ഇത് ഇല്ലീഗലാണ്. മലപ്പുറം എസ്.പിന്റെ നേതൃത്വത്തില് ഓൾറെഡി പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത സാധനത്തിന് മുകളിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് ഇല്ലീഗലും ആണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് ഇല്ലീഗലാണ്. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ആ വീഡിയോയിൽ നിങ്ങൾ ആ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ വീഡിയോയിൽ. അതേപോലെ തന്നെ രേണുസുധിയുടെയും പിന്നെ അതേപോലെ ഈ ഒരു ആക്ടറിൻ്റെയും പേജിൽ ആ ഒരു ആഡ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആഡ് റിമൂവ് ചെയ്താൽ മാത്രം പോരാ. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ആഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടാകും. കാരണം അത്രയും പവർഫുള്ളാണ് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൾക്കാരിലേക്ക് പോയിട്ട് അവർ ചിലപ്പോൾ കുറച്ച് ലോട്ടറീസ് വാങ്ങിച്ചിട്ടുണ്ടാകും. ഒരു ലോട്ടറിക്ക് എന്തോ 500 രൂപ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോട്ടറീസ് നിങ്ങൾ ആ വാങ്ങിച്ച ആൾക്കാരിലേക്ക് ആ പൈസ തിരിച്ചെത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ട്. മനസ്സിലായില്ലേ? കാരണം നിങ്ങൾ കണ്ടിട്ടാണ് വാങ്ങിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു വിശ്വാസത കണ്ടാണ് വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ സുധിച്ചേട്ടൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റിയാണ് പോകുന്നത്. രേണുസുധിക്കപ്പുറം രേണുസുധിയും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയും വൈറലാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുധിയുടെ മാത്രം ഇതുകൊണ്ട് മാത്രമല്ല, സുധിച്ചേട്ടൻ്റെ വൈഫ് എന്നുള്ള രീതിയിലാണ് കുറച്ച് പോപ്പുലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ പുള്ളിയുടെ പേരിനും ദോഷം വരാണ്ട് പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലോട്ടറി ആരൊക്കെ ലോട്ടറി വാങ്ങിച്ചിട്ടുണ്ടാവും അവരുടെയൊക്കെ പേരും വിവരങ്ങളൊക്കെ എന്തായാലും ലോട്ടറിയിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരിലേക്ക് തന്നെ ഈ ഒരു പൈസ എത്തിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഭാവിയിൽ ഇത് എപ്പോഴും ഒരു റിമാർക്കായിട്ട് കിടക്കും. കാരണം ഇതേവരെ പല വിവാദങ്ങളും പല കാര്യങ്ങളും രേണുസുധിനെ പറ്റി പറഞ്ഞിട്ട് അതൊരു വിവാദമാകാൻ വേണ്ടി മാത്രം ഒരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ശരിക്കും ഒരു നമുക്കൊരു റെഡ് മാർക്ക് നമ്മളുടെ ആ ഒരു ലൈഫിൽ വീഴുന്ന പോലത്തെ ഒരു കാര്യമായി പോയി. അത് രേണുസുധി എന്തായാലും ഈ ഒരു കാര്യം ചെയ്യണമെന്ന് മുന്നേ അന്വേഷിക്കേണ്ടി വരുന്നത്. ഇത് മാത്രമല്ല, ഇനി ഭാവിയിൽ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും, ലോട്ടറി മാത്രമല്ല ബാക്കി എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ചിലപ്പോൾ കുറേ പ്രമോഷൻസ് നമുക്ക് വരും. അത് നമ്മൾ ചെയ്യണം. പക്ഷെ അത് ചെയ്യണമെങ്കിൽ മുന്നേ നമ്മൾ ഓർക്കുക, അത് ആ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടല്ല ആൾക്കാർ വാങ്ങിക്കുന്നത്. രേണുസുധി എന്നുള്ള ആളോട് അല്ലെങ്കിൽ സുധിയുടെ ഹസ്ബൻഡ് സുധിനോടുള്ള ആ ഒരു വിശ്വാസത അത് കണ്ടിട്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കുന്ന ആൾക്കാർ പറ്റിക്കപ്പെടാണ്ട് പാടില്ല. മനസ്സിലായില്ല? അത് നിങ്ങളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യും. പിന്നെ
ഈ ഒരു ഇത് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. ഇപ്പോൾ ഈ ലോട്ടറിയുടെ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാവുന്ന ആൾക്കാരോട് അന്വേഷിക്കുക. ചിലപ്പോൾ ഒരു വക്കീലിനെ അവരെ പോയി കണ്ടിട്ട് ഇത് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാൽ നല്ലതായിരിക്കും. അതേപോലെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും ലാബിലോ അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാവീണ്യമുള്ള ആൾക്കാരുണ്ടാവില്ലേ അവരെ അടുത്ത് അന്വേഷിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നമ്മൾ പറയണ കാര്യങ്ങൾ പിന്നീട് തെറ്റ് വരാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ നമുക്ക് പിന്നെ പ്രൊമോഷൻസ് കിട്ടിയും ആൾക്കാർക്ക് നമ്മളോടുള്ള വിശ്വാസത ഒട്ടും പോവാതെ തന്നെ കാത്തു സൂക്ഷിക്കാനായിട്ടും പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം സീക്രട്ടേജ് വിളിച്ചപ്പോഴത്തേക്കും ആ ഒരു ലോട്ടറിയുടെ ആൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നുമില്ല. കാരണം ഇയാളും ആ ഒരു ലോട്ടറിയുടെ ഒരു സെക്കൻഡ് പാർട്ടി തേർഡ് പാർട്ടിയാണ്. അതിൻ്റെ മെയിൻ ഓണർ എന്ന് പറഞ്ഞ ആളായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും പറ്റിയിട്ടില്ല. പിന്നീട് മെയിൻ ആൾക്കാണെന്നുണ്ടെങ്കിലും വിളിച്ചപ്പോഴത്തേക്കും ആൾക്ക് ഇത് ഇല്ലീഗലാന്നുള്ള സംഭവം എന്ന് പറയാൻ പാടില്ല. ഈ ഒരു കുഞ്ഞാൻ്റെ അടുത്തുണ്ടായിരുന്ന ഈ ഒരു ലോട്ടറി അതിനെ വിവാദത്തൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. അറിയണ്ടേ പ്രശ്നം എന്താന്നുള്ളത്? അല്ല അങ്ങനെ അത് നമ്മള് വീഡിയോയിൽ അങ്ങനെ പറയുമ്പോ അത് ഒരു മോശമല്ലേ. ഞാൻ പറയട്ടെ, ഞാൻ ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളി. വെറുതെ രേണുസുതിയും പ്രതീഷും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുക്കുവോ? വെറുതെ രണ്ടാൾക്കാർ വന്നാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? ഇത് ഇങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എടുക്കാം. അപ്പൊ അത് ഇല്ലീഗൽ അല്ലേ? ഇല്ലീഗല് ഇതിപ്പോ നമ്മള് ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഗിഫ്റ്റ് ടാക്സ് അടച്ച് ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് ഒരു പർട്ടിക്കുലർ സമയത്തിന് വേണ്ടിയിട്ടാണ്. അതിന് GST അടക്കം ഗിഫ്റ്റ് ടാക്സ് അടക്കം എല്ലാം കൊടുക്കും. അല്ല ഇതില് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ലോട്ടറി ആക്ട് വെച്ചിട്ട് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമവിരുദ്ധമാണെന്നുള്ളത് ഇവിടുത്തെ ലോട്ടറി ആക്ടിലുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ ആ സാധനം വെച്ചിട്ട് നിങ്ങൾ ഒരാളെ സഹായിക്കാനാണെന്നുണ്ടെങ്കിലും അങ്ങനെ നിങ്ങൾ എത്ര കൂപ്പണ അടിക്കുക? നമ്മളിത് പിന്നെ എത്ര കൂപ്പണാന്നുള്ളത് ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാം. കറക്റ്റ് ചെയ്ത് പറയാം എത്ര കൂപ്പണാന്നുള്ളത്. ഞാൻ ചോദിച്ചിട്ടില്ല. നമ്മള് വേറെ ആളും കൂടി ഉണ്ട്, അപ്പോഴോട് സംസാരിക്കട്ടെ. എന്തായാലും അത് ഇതാവുമ്പോ ഇപ്പൊ പിന്നെ അത് ഈ സംഗതികളൊക്കെ എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കൂപ്പണുകളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ല കൂപ്പൺ എത്രയാന്നുള്ളതിന് കണക്ക് നിങ്ങൾക്ക് ഏകദേശം അറിയണ്ടേ നിങ്ങൾ ചെയ്യുമ്പോ? അതെ ഞാൻ പറഞ്ഞുതരാം. എന്താ പറയാ, ഞാൻ കണ്ട സമയത്ത് ഞാനൊരു യൂട്യൂബറാണ്. എന്റെ പേര് സായി എന്നാണ്. സായി അല്ലേ? സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്ക്. ഏതാണ്? സീക്രട്ട് ഏജന്റ്. സീക്രട്ട് ഏജന്റ്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളിതിങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സാധനം നമ്മളെ നാട്ടിൽ മലപ്പുറത്ത് തന്നെ കാണുന്ന സമയത്ത് ഇതിപ്പോ ആളുകളോട് നമുക്കിത് പറയാൻ പറ്റും ഇല്ലീഗൽ ആണെന്നുള്ളത്. പിന്നെ ഇത് ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഒട്ടും പറയാതിരിക്കാൻ പറ്റണില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, പാണ്ടിക്കാട് കുഞ്ഞാന്റെ കേസിൽ മലപ്പുറം SP-ന്റെ ഇതിൽ അണ്ടറിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സാധനം നിയമവിരുദ്ധമാണ്. കേരളത്തിന്റെ ലോട്ടറി ആക്ടിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരാൾക്കും വീട് ഇതേപോലെ അല്ലെങ്കിൽ വേറൊരു സാധനം ഒരു പ്രൊഡക്റ്റിന്റെ ഒപ്പം കൂപ്പൺ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഇഷ്യൂല് നിങ്ങൾ ഈ വിഷയം അറിഞ്ഞിട്ടില്ലേ? അത് ഓൾറെഡി മലപ്പുറം SP ആണ് എന്ത് ചെയ്യുന്നത്, അന്വേഷണം മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം SP. നിങ്ങൾക്ക് ഇവിടെ SP ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ അറിയാം ആ വിഷയം. അങ്ങനത്തെ ഒരു സാഹചര്യത്തില് അല്ല ഞാൻ ചോദിക്കുന്നത് എന്താ പറയാ, നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാനാണെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു വീഡിയോ രേണുവിനെ കൊണ്ടും വേറൊരു പയ്യനെ കൊണ്ടും ചെയ്യിച്ചു. ആ വീട് പിന്നെ നമ്മളിപ്പോ ഒരാള് ഇങ്ങനെ കടത്തിൽ മുങ്ങിയൊക്കെയാണ് ഈ വീട്, അല്ലെങ്കിൽ ഇത് ജപ്തിയായി പോവും, സംഭവം നമുക്ക് തിരിച്ചു കിട്ടൂല എന്ന് ഒരാളോട് പറഞ്ഞ് കച്ചവടാക്കുമ്പോ ചിലപ്പോ അതിനൊന്നും കിട്ടൂല, അവരെ കടം പോരൂല. അതെങ്ങനെ? ഇപ്പൊ എല്ലാരും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ രോഗി അല്ലെങ്കിൽ ആ വീടിന് സാമ്പത്തിക പ്രശ്നം അതിന്റെ ഓണർക്ക് നല്ല ഓപ്ഷൻ ആയിരുന്നു. പക്ഷെ നമുക്ക് ആ സമയത്ത് നല്ല ഓപ്ഷൻ അല്ല, ആ വീഡിയോന്റെ ഇങ്ങനത്തെ വീഡിയോ തന്നെ ചെയ്യാൻ പാടില്ല. കാരണം ഇത് പൊതുസമൂഹത്തിൽ ഈ സാധനം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണെന്നുള്ളത്. ഞങ്ങളത് അങ്ങനത്തെ ലക്ഷ്യം വെച്ചിട്ടൊന്നും അല്ല പോയി ചെയ്യുന്നത്. നമ്മളിത് ആ വീട് എങ്ങനെയൊന്ന് സെയിലാക്കണം, അതേപോലെ തന്നെ നമ്മളോട് സഹകരിച്ച ആളുകൾക്ക് അതുപോലെ ബാക്കിയുള്ള സംഭവം. ഞാൻ പറയട്ടെ, ഈ രേണുവിന്റെയും പ്രതീഷിന്റെയും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും? അതെ, നമുക്ക് കൂടുതലൊന്നും ആയിട്ടില്ല. ഇപ്പൊ നമുക്കിപ്പോ വളരെ കുറഞ്ഞ ടിക്കറ്റ് ആയിട്ട് ഇന്നലെ ഈവനിങ്ങിലാണ് ഇത് നമ്മൾ ഒരു ഇത് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയപ്പോ പിന്നെ ഒരു വളരെ കുറഞ്ഞ ടിക്കറ്റ് ഉള്ളൂ. നമുക്കിപ്പോ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റുന്ന ടിക്കറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഞാൻ പറയുമ്പോ നിങ്ങൾ അത് തിരിച്ചു കൊടുക്കണം.
കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോ നമ്മൾ കൊടുക്കും, അതല്ല വിഷയം. ഈ രേണു ആ പ്രതീഷ് എന്ന് പറഞ്ഞ പയ്യനും അത് ചോദിച്ചിട്ടുണ്ടോ? അത് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അവരെന്തറിഞ്ഞിട്ടാ ചെയ്തേ? അവര് പേയ്മെന്റ് മേടിച്ച് ചെയ്തല്ലേ? അതെ, അവരെന്നെ ചെയ്തത്. അല്ല, അവര് പൈസ മേടിച്ചിട്ടല്ലേ ചെയ്തേ, ഫ്രീ ആയിട്ടല്ലല്ലോ. അതെ അതെ. അവരെത്ര എമൗണ്ടാ മേടിച്ചേ? ഇനി വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇതിന്റെ ഡയറക്റ്റ് ബിൽഡിംഗ് ഓണർ നമ്പർ തരാം. ഇതിലിവര് അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറയുന്നത് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കും, ആ ഒരു ഈ ഒരു ലോട്ടറിയുടെ പരിപാടി നിർത്തും. അപ്പോൾ അതിൽ ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ റീറ്റെയിൽ ഏജൻസാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവരുടെ ഒരാളുടെ കടം തീർക്കാൻ വേണ്ടിയിട്ടും കൂടിയായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഇല്ലീഗലാണെന്നുള്ള കാര്യം സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യം. അപ്പോൾ ഇനി രേണുസുതി അല്ലേ, ഏത് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ആഡ് കിട്ടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ ക്രെഡിബിലിറ്റി എത്തുന്നവരുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ, അത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നൊക്കെ ഉറപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത്രയും മാത്രം പറയുന്നുള്ളൂ. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.